ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിംഗിൾ ലൂപ്പ് എ സി ജനറേറ്റർ ആണ്. സിംഗിൾ ലൂപ്പ് എ സി ജനറേറ്ററിൻ്റെ വർക്കിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻസും എപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 5 മാർക്സിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ സിംഗിൾ ലൂപ്പ് എ സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് എന്താണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, എന്താണ് ലെൻസസ് ലോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. First one, Lenz's law. This law states that in effect that the electromagnetically induced current always flows in such a direction that the action of magnetic field set up by it tends to oppose the very cause which produces it. ലെൻസസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഈ ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കണ്ടക്ടറിന് അക്രോസ് നമ്മൾ പറഞ്ഞ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഫീൽഡ് കാരണം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. അപ്പോൾ അവിടെ ആ സമയത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട് എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, അതായത് ആ ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് ഈ കറണ്ട് കാരണം ഉണ്ടാകുന്ന ആക്ഷൻസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ഒരു കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കണ്ടക്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ആക്ഷൻസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ. അതാണ് ലെൻസസ് ലോ പറയുന്നത്. The electromagnetically induced current always flow in a direction that the action of the magnetic field set up by it tends to oppose the very cause. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എഫക്റ്റിന് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്താണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നോക്കാം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഓർ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡിലെ കേസ് മെയിൻലി നമ്മൾ കാണുന്നത് ഡി സി ജനറേറ്റേഴ്സിലൊക്കെ ഉണ്ടാകുന്ന ഇ എം എഫ് എന്താണ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആണ്. ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ ഫീൽഡ് എപ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. ആൻഡ് കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും, ആ ഫീൽഡിനെ അക്രോസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഡൈനാമിക്കലി. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ യൂഷ്വലി ദ കണ്ടക്ടേഴ്സ് ഓർ ദ കോയിൽസ് റിമെയിൻ സ്റ്റേഷനറി ആൻഡ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ബൈ സിംപ്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ കറൻറ്റ്. അതായത് ഇവിടെയും ഫസ്റ്റ് ഡൈനാമിക്കലി നമ്മൾ പറഞ്ഞു അത് സ്റ്റേഷനറിയാണ്, അവിടെ ഫീൽഡാണ് അവിടെ സ്റ്റേഷനറി. ഇവിടെ കണ്ടക്ടറോ അതല്ലെങ്കിൽ കോയിലോ ആണ് എന്താവുന്നത്, സ്റ്റേഷനറി ആവുന്നത്. പക്ഷേ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ അതിലത്തെ ഫ്ലക്സ് എന്ത് ചെയ്യും, ആ ഫീൽഡിന് അക്രോസ് ഉള്ള ഫ്ലക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, ബൈ സിംപ്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ കറൻറ്റ് പ്രൊഡ്യൂസിങ് ദിസ് ഫ്ലക്സ്. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ എപ്പോഴും അത് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സിലൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ ഫീൽഡാണ് സ്റ്റേഷനറി. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ കണ്ടക്ടറോ അതല്ലെങ്കിൽ കോയിലോ ആണ് സ്റ്റേഷനറി. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ ഫ്ലക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, അതിന് ഉള്ള കറണ്ട് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, മ്യൂച്വലി അതിൽ തന്നെ ഉണ്ട് എന്താണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കോയിലിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് സെൽഫ്. മ്യൂച്വലി എന്ന് പറഞ്ഞാൽ 2 കോയിലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2 കോയിലുകളിൽ ഒരു കോയിൽ കാരണം മറ്റതിൽ ഇൻഡ്യൂസ് ചെയ്യുക, അതായത് മ്യൂച്വലി അവർ തമ്മിലിടയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് മ്യൂച്വലി. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇവിടെ ഈ ഫിഗർ നോക്കാം. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഫിഗറാണ്. 2 കോയിൽ കാണുന്നതാണ് ഫിഗറിൽ അല്ലേ, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. അപ്പോൾ ദർ ഇസ് നോ മൂവ്മെൻറ്റ് ഓഫ് എനി കണ്ടക്ടർ. ഇവിടെ കണ്ടക്ടറിന് ഒരു മൂവ്മെൻറ്റും നടക്കുന്നില്ല. ബട്ട് ദ ഫ്ലക്സ് വേരിയേഷൻസ് ബ്രോട്ട് അബൌട്ട് ബൈ വേരിയേഷൻസ് ഇൻ കറണ്ട്. ഫ്ലക്സ് ചേഞ്ച് ആവുന്നത് എപ്പോഴാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ടിൽ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ഉണ്ടാകുമ്പോഴാണ് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നത്. സച്ച് ആൻ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ വൺ കോയിൽ ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് അതർ കോയിൽ. അതായത് ഏതെങ്കിലും ഒരു കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ആവുകയാണ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് അതർ കോയിൽ, മറ്റു കോയിലിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന ഇ എം എഫ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് എഫ്. അതായത് ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് മറ്റ് കോയിലിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം.
അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. മീൻസ് നമുക്ക് സെൽഫ് ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ്. അതായത് ആ ഒരു കോയിലിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, അത് എന്ത് ഫ്ലക്സ് ലിങ്കേജിൻ്റെ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന EMFനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെൻസസ് ലോയും നമ്മളെ ഇൻഡ്യൂസ്ഡ് EMFകളും തമ്മിലുള്ളത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്താണ് സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ എന്നുള്ളത് നോക്കാം. സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ പ്രിൻസിപ്പിൾ. ഇതാണ് ഒരു സിമ്പിൾ ലൂപ്പ് ജനറേറ്ററിൻ്റെ ഫിഗർ കാണാൻ പറ്റും. സൗത്ത് പോൾ ഉണ്ട്, നോർത്ത് പോൾ ഉണ്ട്, ഒരു കോയിൽ നടുവിലുണ്ട്, ഒരു ഗാൽവനോമീറ്റർ, ഒരു കമ്മ്യൂട്ടേറ്റർ, ഒരു കാർബൺ ബ്രഷ്. ഇത്രയും അടങ്ങിയിട്ടുള്ളതാണ് എന്ത്, ഒരു ജനറേറ്റർ, സിമ്പിൾ ലൂപ്പ് ജനറേറ്റർ. An electric generator is a machine which converts mechanical energy into electrical energy. മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, ഇലക്ട്രിക്കൽ ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. The energy conversion is based on the principle of the production of dynamically induced EMF. എനർജി കൺവേർഷന് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നടക്കുന്നത്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. Whenever a conductor cuts a magnetic flux, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്താൽ, മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുക പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, എ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഇസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അതിൽ പ്രൊഡ്യൂസ് ചെയ്യും അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ പ്രകാരമാണ് EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ദിസ് EMF കോസസ് കറൻറ്റ് ടു ഫ്ലോ. ഈ EMF കാരണം അവിടെ കറൻറ്റ് ഫ്ലോ ചെയ്യും ഇഫ് ദ കണ്ടക്ടർ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. Two essential part of generators are a magnetic field. ഒരു ജനറേറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്സാണ്, ഒന്നൊരു മാഗ്നറ്റിക് ഫീൽഡ്, ഒന്ന് എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ആസ് ടു കട്ട് ദ ഫ്ലക്സ്. ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു കണ്ടക്ടറുമാണ് മെയിൻ രണ്ട് പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനറേറ്ററിൻ്റെ മെയിൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നതാണ്. ഇതിൽ എനർജി കൺവേർഷൻ നടക്കുന്നത് നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യും. അത് ഉണ്ടാകുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ്. ആ ഇൻഡ്യൂസ്ഡ് EMF കാരണം അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താവണം, നമ്മളെ കണ്ടക്ടർ സർക്യൂട്ട് എന്താവണം, ക്ലോസ്ഡ് ആവണം. ഇനി രണ്ട് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു കണ്ടക്ടറും നമുക്ക് ആവശ്യമാണ് ഒരു ജനറേറ്ററിന്. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് പാർട്സ്. ഇനി സിമ്പിൾ ലൂപ്പ് ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇവിടെ താഴെ കാണിക്കുന്ന ഇൻ ഫിഗർ ഇസ് ഷോൺ എ സിംഗിൾ ടേൺ റെക്റ്റാങ്കുലർ കോപ്പർ കോയിൽ. അത് ഫിഗറിൽ ABCD, അതാണ് ഒരു റെക്റ്റാങ്കുലർ കോയിൽ റൊട്ടേറ്റിംഗ് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതിൻ്റെ ആക്സിസിൽ തന്നെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡഡ് ബൈ എയ്തർ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഓർ ഇലക്ട്രോ മാഗ്നറ്റ്സ്. നമ്മൾ NS അതാണ് നമ്മൾ രണ്ട് മാഗ്നറ്റ്സ്, പെർമനൻറ്റ് മാഗ്നറ്റ്സ്. അതിൻ്റെ നടുക്കിലാണ് നമ്മൾ എന്തുള്ളത്, കോയിലുള്ളത് ABCD. ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആക്സിസിൽ തന്നെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. The two ends of the coil are joined to two slip rings. അതായത് ആ കോയിലിൻ്റെ രണ്ട് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് സ്ലിപ്പ് റിങ്സിലാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് സ്ലിപ്പ് റിങ്സ് ഒരു റൗണ്ടിൽ ഉള്ളതാണ് രണ്ട് സ്ലിപ്പ് റിങ്സ് A ആൻഡ് B. ഈ A എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളൂ, B എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളൂ. വിച്ച് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഫ്രം ദ സെൻട്രൽ ഷാഫ്റ്റ്. അത് രണ്ടും ഇൻസുലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ടു കളക്റ്റിംഗ് ബ്രഷസ് ഓഫ് കാർബൺ ഓർ കോപ്പർ പ്രസ് അഗെയിൻസ്റ്റ് ദ സ്ലിപ്പ് റിങ്സ്. ആ രണ്ട് സ്ലിപ്പ് റിങ്സ് എയും ബിയും നോക്കുക, അതിന് രണ്ടിനും എന്ത് കാർബൺ ബ്രഷ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലൊരു സംഭവം കാണാൻ പറ്റും രണ്ട് സ്ലിപ്പ് റിങ്സിൻ്റെ സൈഡിലും. അതാണ് കാർബൺ കളക്റ്റിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. ഈ കളക്റ്റിംഗ് ബ്രഷിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് collect the current induced in the coil and to convey it to the external load resistance. അതായത് ഈ കാർബൺ ബ്രഷിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറൻറ്റിനെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് 6 കാണാൻ പറ്റും നിങ്ങൾക്ക്, അതിലേക്ക് കൊടുക്കലാണ് എന്ത്, ഈ ബ്രഷസിൻ്റെ ഡ്യൂട്ടി. ദ റൊട്ടേറ്റിംഗ് കോയിൽ മേ ബി കോൾഡ് ആർമേച്ചർ. ഈ റൊട്ടേറ്റിംഗ് കോയിലിനെ നമുക്ക് ആർമേച്ചർ എന്ന് വിളിക്കാം. ആൻഡ് ദ മാഗ്നറ്റ്സ് ആസ് ഫീൽഡ് മാഗ്നറ്റ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ട് ഫിഗർ നോക്കി കാണാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കോയിലുണ്ട്, ആ കോയിൽ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് സ്ലിപ്പ് റിങ്സ് ആണ്. ആ സ്ലിപ്പ് റിങ്സിന് അറ്റാച്ച് ചെയ്ത രണ്ട് കാർബൺ ബ്രഷ് ഉണ്ട്. കാർബൺ ബ്രഷ് ആണ് ഇൻഡ്യൂസ് ചെയ്ത കറൻറ്റിനെ എന്താക്കി മാറ്റുന്നത്, ലോഡ് റെസിസ്റ്റൻസിലേക്ക് കൊടുക്കുന്നത്.
പിന്നെ റൊട്ടേറ്റിംഗ് കോയിലിനെ നമുക്ക് ആർമേച്ചർ എന്നും വിളിക്കാം, മാഗ്നറ്റ്സിനെ നമുക്ക് ഫീൽഡ് മാഗ്നറ്റ്സ് എന്നും വിളിക്കാം. ഈ 2 ഫിഗറും നിർബന്ധമായിട്ടും വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. എപ്പോഴും സിമ്പിൾ ലൂപ്പ് ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻസ് ചോദിച്ചാൽ ഈ ഫിഗർ മസ്റ്റായിട്ട് വരയ്ക്കേണ്ട ഫിഗറാണ്. ഈ ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ലൂപ്പ് ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനിലുള്ളത്. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.